അമ്മ അറിയേണ്ടെന്ന് വെച്ചാ നേരത്തെ എനിക്കൊരു കള്ളം പറയേണ്ടി വന്നത്. എന്താ? മോളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ? എന്തായാലും പറഞ്ഞോളൂ മൂന്തമാമ. കല്യാണി ഇപ്പൊ സുഖന്റെ വീട്ടിലില്ല. പിന്നെ ഇന്നലെ രാത്രിയോടെ അവളവിടെ ചെന്നിരുന്നു എന്നുള്ള നേരാ. പക്ഷേ ഇന്ന് രാവിലെ അലക്സാണ്ടർ പേട്ടയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു. മോള് വിഷമിക്കൊന്നും വേണ്ട. വേറെ ഒരു സംശയത്തിന്റെ പേരിൽ അറസ്റ്റ്. കരയാതെ മോളെ, ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാലാകാലത്തോളം ജയിലിൽ അടയ്ക്കാന്നൊന്നുമല്ല. സംശയം തോന്നിയുണ്ടോ എന്ന് ചോദ്യം ചെയ്യാം, അത്രേ ഉള്ളൂ. സുഖു ഒന്ന് സ്റ്റേഷൻ വരെ ചെന്നാൽ ഇറക്കിക്കൊണ്ട് പോരാവുന്നേ ഉള്ളൂ. പക്ഷേ അയാൾ ഇതുവരെ അവിടെ ചെന്നിട്ടില്ലെന്ന് അറിവ്. സുഖേട്ടൻ പോകില്ല മൂന്തമാമ. അതെന്താ? അതങ്ങനെയാ. എല്ലാം അറിഞ്ഞോണ്ട് ചേച്ചിയെ വിവാഹം ചെയ്ത പണ്ടത്തെ സുഖേട്ടനല്ല എന്ന്. എന്താ മോളെ പ്രശ്നം? അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ മൂന്തമാമ സുഖേട്ടനെ കണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോവാൻ പറയൂ. ഞങ്ങൾ പറഞ്ഞ സുഖേട്ടൻ കേക്കില്ല. അങ്ങനെ സ്വാതന്ത്ര്യത്തോട് പറയാനുള്ള അടുപ്പൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ലെന്ന് മോക്കറിയാലോ. എനിക്കറിയാം. പക്ഷെ ചേച്ചിയെ രക്ഷിക്കാൻ ഈ ഒരു മാർഗം ഞാൻ കാണുന്നുള്ളൂ. ഒന്ന് പോവോ മൂന്തമാമ സുഖേട്ടന്റെ അടുത്ത്? കൂടുതലൊന്നും മൂന്നെണ്ണം സംസാരിക്കണമെന്നില്ല. അവളെ എന്നേക്കാൾ അധികം നാളത്തെ പരിചയമുണ്ട്, ശരിയാ. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം അവളെ മൂന്നേട്ടന് അറിയില്ല. എനിക്കറിയാവുന്ന കല്യാണി ഒരിക്കലും സൂ കരുന്ന പോലെ ഒരാളല്ല, അതുറപ്പാ. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ മാത്രമുള്ള യാതൊരു അനുഭവവും അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടായതെല്ലാം ദുരനുഭവങ്ങളാ. അതിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സുഖു ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നതാവും ശരി. ഞാനിപ്പോൾ എന്ത് വേണമെന്നാ മൂന്നേട്ടൻ പറയുന്നത്? പറഞ്ഞല്ലോ, സുഖു വിചാരിച്ചാലേ കല്യാണി മോചിപ്പിക്കാൻ പറ്റൂ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടി, അത് അവൾ അനുഭവിക്കട്ടെ. എന്താ തനിക്കും തോന്നുന്നുണ്ടോ ആ കൊലപാതകത്തിന് പിന്നിൽ കല്യാണിയാണെന്ന്? സംശയകരമായൊരു സാഹചര്യം അതുകൊണ്ടല്ലോ. അതിൻ്റെ പേരിൽ അവളെ അറസ്റ്റ് ചെയ്തെങ്കിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അവരെന്നെ വെറുതെ വിട്ടോളും.
അതുവരെ അവൾ ജയിലിൽ കിടക്കട്ടെ എന്നോ? എന്താ കിടന്നാല്? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി സ്റ്റേഷനിൽ കയറ്റിയതല്ലേ അവളുടെ കുടുംബം. അറിയട്ടെ അതിന്റെ സുഖം എന്താണെന്ന്. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവനെ പോലെ സംസാരിക്കരുത് സുഖു. മനസാക്ഷി കുറെ മനസാക്ഷി കാണിച്ചല്ലോ ഞാൻ അവരോട്. എന്നിട്ട് എന്ത് സമ്മാനം എനിക്ക് കിട്ടിയത്? കുറെ നാണക്കേടല്ലാതെ. കഴിഞ്ഞതിൻ്റെ എല്ലാം പകപോക്കാനോ വാശിയും വൈരാഗ്യവും തീർക്കാനുള്ള സമയമല്ല ഇത്. അവളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന അവളുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അപേക്ഷിക്കാണ്. ഒരല്പം ദയ കാട്ടണം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളുടെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് സുഖന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിലെങ്കിലും അവരെ ശത്രുക്കളായി കാണരുത്. ഇന്നോളം ആ കുടുംബം അനുഭവിച്ച ദുരന്തങ്ങൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർക്കാൻ സാഹചര്യം ഉണ്ടാക്കരുത്. മനസ്സുകൊണ്ട് അവർ യാചിക്കുന്നുണ്ടാവും സുഖയിൽ നിന്ന് അല്പം ദയ. എന്താ അവരോട് അല്പം ദയ കാണിച്ചൂടെ സുഖുവിന്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എങ്ങോട്ടാ? ഇവിടം വരെ എത്തിയാ പിന്നെ ഇനി എങ്ങോട്ടാ നമുക്ക് അറിഞ്ഞൂടെ? അകത്തേക്കാണെങ്കിൽ വേണ്ട. എന്താ മനസ്സിലായില്ലേ? മേലിൽ ഇവളെയും കൊണ്ട് ഈ വീടിനകത്ത് കയറി പോരുതെന്ന്. നിനക്കാവാം ഇത് നിന്റെ വീടാ, പക്ഷെ ഒരിക്കലും നിന്റെ കൂടെ ഇവളുണ്ടാവരുത്. എന്താ സരസ്വതി, നീയൊന്ന് ക്ഷമിക്കേ. ഏട്ടനൊന്നും പറയണ്ട. പറയണ്ട ഞാൻ പറയും, ആരോടായാലും. പറഞ്ഞോ, ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷെ എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് മതി. ഇനി എന്താ അമ്മാവ ആലോചിക്കാനുള്ളത്? അനുഭവിച്ച നാണക്കേടും മാനക്കേടും എല്ലാം അമ്മാവനും കൂടി അറിയാന്നുള്ളതല്ലേ? അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത് എല്ലാം ആലോചിച്ചു മതിയെന്ന്. എനിക്ക് എന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അതിന് തടസ്സാവുന്ന യാതൊന്നും ഇനി ഇവിടെ വേണ്ട. ആർക്കാര് തടസ്സമായെന്ന? ആരുടെയും ഭാവിക്ക് ആരും തടസ്സമാവില്ല. ഇതിപ്പോ എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. അതിന് പരിഹാരം കാണാനും എനിക്കറിയാം. ആഹാ, അത് ശരി. അപ്പൊ നിനക്ക് ഞങ്ങൾ ആരും അല്ല അല്ലേ? നിന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളും അല്ല അല്ലേ? ചേച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഓ, എഴുതിയ പുറമൊക്കെ ഞങ്ങൾ വായിച്ചു. വായിക്കാൻ പറ്റിയതാണല്ലോ നിന്റെ ഭാര്യ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരവും കൊലപാതകവും. അതിലും മഹത്തരായിട്ട് നീ എന്തെഴുതാനാണാവോ ഇപ്പോഴത്തെ വരവ്? പണത്തിനും പ്രതാപത്തിനും ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ. അന്തസ്സിനും അഭിമാനത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പോ അതും കളഞ്ഞു കുളിച്ച് ലേബിളായിട്ട് ഇനി ഇവിടെ പ്രതിഷ്ഠിക്കാനാണോ നിന്റെ ഭാവം? 1-2 വർഷം കൂടി കഴിഞ്ഞാ സുമിത്രയെ കെട്ടിക്കാറാവും. അന്നും ഈ പേരുദോഷമായിട്ട് ഇവളിവിടെ ഉണ്ടാവാന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ആലോചനക്കാരി ഇങ്ങോട്ട് തിരിഞ്ഞു കയറുവോ? 10 കിലോമീറ്റർ അപ്പുറം വെള്ളപ്പൊക്കം ഉണ്ടെന്ന് വിചാരിച്ച് ഇപ്പോഴേ തുണി പൊക്കി നടക്കണോ സരസ്വതി? ഉത്തരവാദിത്വവും ബാധ്യതയൊന്നും ഇല്ലാത്ത ഏട്ടനാ ഒന്നും പറഞ്ഞ് മനസ്സിലാവില്ല. കെട്ടിക്കാറായ പെൺമക്കൾ വീട്ടിലുണ്ടാവുന്നത് മനസ്സിലൊരു തീയാ. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു തീക്കൂട കൂടി ആയാലോ? എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ പറഞ്ഞു തീർന്നില്ലല്ലോ. തീർന്നു. ഇനി ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമില്ല, അത്ര തന്നെ. ഇതിനു മുമ്പും ഇവളെ ഇറക്കി വിടാനുള്ള അവസരം ഉണ്ടായതാ. അപ്പോഴൊന്നും ചെയ്യാതിരുന്ന് നിന്നെ ഒരുത്തനെ ഓർത്താ. ഇനി അതൊന്നും നടപ്പില്ല. ഡി, പറഞ്ഞത് കേട്ടല്ലോ, മേൽ നീ പടി കയറരുത്. കയറില്ല. നിങ്ങൾ പറഞ്ഞ പോലെ അവളിനി വീട്ടിനകത്ത് കയറില്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇനി ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമില്ല, അത്ര തന്നെ. ഇതിനു മുമ്പും ഇവളെ ഇറക്കി വിടാനുള്ള അവസരം ഉണ്ടായതാ. അപ്പോഴൊന്നും ചെയ്യാതിരുന്ന് നിന്നെ ഒരുത്തനെ ഓർത്താ. ഇനി അതൊന്നും നടപ്പില്ല. ഡി, പറഞ്ഞത് കേട്ടല്ലോ, മേൽ നീ പടി കയറരുത്. കയറില്ല. നിങ്ങൾ പറഞ്ഞ പോലെ അവളിനി വീട്ടിനകത്ത് കയറില്ല.
പക്ഷെ ഇവളില്ലാതെ ഈ വീട്ടിനകത്ത് ഞാനും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനും ഇവളോടൊപ്പം ഈ പടി ഇറങ്ങുന്നു. ഓ അത് ശരി. അപ്പൊ രണ്ടാളും കൂടി എടുത്ത തീരുമാനമാണ്. അല്ല, ഇത് എന്റെ മാത്രം തീരുമാനമാണ്. എന്ന് പറഞ്ഞ ഇവളെ ഇവിടെ തന്നെ പൊറപ്പിക്കണമെന്ന് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവളില്ലാതെ നീ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തു പറയുന്നു? അകത്തേക്ക് കയറണോ പുറത്തേക്ക് കയറണോ? തൃപ്തിയായല്ലോ നിനക്ക് അല്ലേ? പെറ്റ തള്ളിയും കൂടപ്പുറപ്പുകളും വരെ എന്നെ ഒറ്റപ്പെടുത്തി. അവരുടെ മുമ്പിൽ ഞാൻ ആരും അല്ലാതായി. നീ കാരണം. നാലാൾ കൂടുന്നിടത്ത് നിൽക്കാൻ വയ്യ, നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. എവിടെയും പുച്ഛവും പരിഹാസവും. നീ ഒറ്റ ഒരുത്തിയാ കാരണം. ഞാൻ വേണ്ട, നീ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും നഷ്ടപ്പെട്ട മാനവാഭിമാനവും ഒന്നും എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എനിക്കെന്നല്ല, നിനക്കും. കാരണം എല്ലാം അത്രത്തോളം എത്തിച്ചു നീ. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അതെന്താവണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. നീ ഇപ്പൊ കരുതുന്നുണ്ടാവും എല്ലാം സഹിച്ച് നിന്നെ തിരികെ വിളിച്ചുകൊണ്ടെന്ന് സ്നേഹക്കൂടുതൽ ഉണ്ടാവും. ഒരിക്കലും അല്ല. അങ്ങനെ ഇനിയൊന്നും നിന്നോട് തോന്നാനും പോകുന്നില്ല. വേണമെങ്കിൽ ഈ ബന്ധം വേർപ്പെടുത്താവുന്നേ ഉള്ളൂ. എന്നേക്കുമായി എനിക്ക് നിന്നെ ഉപേക്ഷിക്കാം. എല്ലാവരും എന്നെ നിർബന്ധിക്കുന്നത് അതിന് തന്നെയാ. പക്ഷേ അത്രയും വലിയൊരു മനമണ്ടനല്ലോ ഞാൻ. നീ പോയാൽ എനിക്കുണ്ടാവാവുന്ന നഷ്ടം മറ്റാരേക്കാൾ എനിക്കല്ലേ അറിയൂ. എന്തിനു വേണ്ടി ഞാൻ ഇത്രയും നാളെ നിന്നെ സഹിച്ചോ, അതല്ല ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. പലപ്പോഴും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ തോന്നിയിട്ടും ചെയ്യാറുന്നതുകൊണ്ടാ. നിന്റെ തന്തപ്പിഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്തകൾ കേട്ടാ ചിലപ്പോൾ അയാൾ കാഞ്ഞു പോകാനും മതി. പിന്നെ ഞാൻ ആരോട് ചോദിക്കും എനിക്കുള്ള എൻ്റെ അവകാശം? അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭാര്യയായി നിനക്കിവിടെ താമസിക്കാം. കൃത്യമായ ഒരു അകലം പാലിച്ച് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കാം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നിന്റെ തന്തപ്പിഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്തകൾ കേട്ടാ ചിലപ്പോൾ അയാൾ കാഞ്ഞു പോകാനും മതി. പിന്നെ ഞാൻ ആരോട് ചോദിക്കും എനിക്കുള്ള എൻ്റെ അവകാശം? അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭാര്യയായി നിനക്കിവിടെ താമസിക്കാം. കൃത്യമായ ഒരു അകലം പാലിച്ച് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കാം. അതിനപ്പുറമൊന്നും ഇനി നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ദേ, ഈ കട്ടിലിൽ പോലും എൻ്റെ ഭാര്യ എന്നുള്ള അവകാശം നിനക്കുണ്ടാവില്ല. അതെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യാതൊരു ബന്ധവും ഇനി നമുക്കിടയിൽ ഉണ്ടാവില്ല. നീ ഇതെന്തൊരിപ്പാ മോളെ, ഒന്നും കഴിക്കാതെ? എനിക്കൊന്നും വേണ്ട മമ്മി. എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാ മതി. ഇന്ന് ക്രിസ്മസാ. നമുക്ക് എന്ത് ക്രിസ്മസാ മമ്മി? ക്രിസ്മസ് ആയിട്ട് പട്ടിണി കിടന്നാ അതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഡാഡിയുടെ ആത്മാവായിരിക്കും. ഡാഡി ഉണ്ടായിരുന്നപ്പോ നമ്മൾ ഒരുപാട് ആഘോഷിച്ചതല്ലേ? കമ്പിത്തിരിയും മത്തപ്പും പടക്കങ്ങളും ഒക്കെ ആയിട്ട്. പള്ളിയിൽ പോകുമ്പോ നീ ഡാഡിയുടെ കൈ പിടിച്ച് നടക്കുമായിരുന്നുള്ളൂ.
ഡാഡിക്കും അതായിരുന്നു ഇഷ്ടം, നിന്റെ കൈ പിടിച്ച് നടക്കാൻ. കഴിഞ്ഞ ക്രിസ്മസിന് ഡാഡി പറഞ്ഞത് ഓർമ്മയുണ്ടോ മമ്മിക്ക്? അടുത്ത വർഷം എല്ലാവർക്കും കൂടെ വേളാങ്കണ്ണി പള്ളി പോവാന്ന്. എന്നിട്ട് ഡാഡി നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട അമ്മയ്ക്ക് സങ്കടം വരും. എന്റെ മക്കള് കരയാതെ